എന്ത് പറ്റി മധു? എനിക്കെന്റെ ജീവൻ പോകുന്ന പോലെ തോന്നുന്നു. അങ്ങനൊന്നും പറയല്ലേ. അതിന് മാത്രം എന്താ സംഭവിച്ചേ? എനിക്ക് വയറുവേദന പെട്ടെന്ന് അധികമായി. അതാ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്. വയറുവേദനയോ? ഡെലിവറി പെയിൻ ആണ്. എന്താണ് ഡെലിവറി പെയിനോ? നീ എന്താ മധു ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് മാസം തികഞ്ഞിട്ടില്ലല്ലോ. അതിനു മുമ്പ് എങ്ങനെ പെയിൻ വരുന്നത്? വേറെ എന്തെങ്കിലും വേദനയായിരിക്കും. നോക്ക്, ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തവളാ ഞാൻ. എനിക്കറിയാൻ പറ്റില്ലേ ഇത് ഡെലിവറി പെയിൻ തന്നെയാ? അതിനുള്ള സാധ്യതയില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാൻ മധു. ഇല്ല ചേട്ടാ, എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഒന്നുമില്ല മധു, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മധു. ഞാൻ പോയി ഒരു വയറ്റാട്ടി കൂട്ടിക്കൊണ്ടുവരാം. ഇനി അവരെ കൊണ്ട് പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് വല്ല ഹോസ്പിറ്റലിലും പോവാം. ശരി ചേട്ടാ. ശിവാനി, നീ എന്താ ചെയ്യുന്നേ? എന്തിനാ അവിടെ ഇരിക്കുന്നേ? തൃശൂൽ. ശിവാനി, എനിക്കിതൊന്നും ഇഷ്ടമല്ല. എന്താ, വീട്ടുകാരുടെ മുമ്പിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് മനസ്സിലായില്ല. എന്റെ കാലിൽ പിടിച്ച് ഇങ്ങനെ ഉറങ്ങാതെ ഇരുന്ന് എന്നെ ശുശ്രൂഷിക്കുകയാണെന്ന് എന്റെ വീട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ നോക്കാണോ നീ? തൃശൂൽ, ഞാൻ... ഇല്ല ശിവാനി, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ദയവേത് ഇവിടുന്ന് പോ. ശരി, ഞാൻ തന്നെ പോയിക്കോളാം. തൃശൂൽ, എന്താ പറ്റിയത് നിനക്ക്? എന്താ ശിവാനി ഇങ്ങനെയൊക്കെ? എന്റെ കൈ വിട്. വിട് ശിവാനി. എന്നോട് ഇങ്ങനെയൊന്നും നീ സംസാരിക്കാറില്ലായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ നിനക്ക് പറ്റിയത്? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അല്ല തൃശൂൽ, നീ ഇങ്ങനെ ആയിരുന്നില്ല. ശിവാനി, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിനു മുൻപ് ഒരിക്കലും വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് ഇങ്ങനെയായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യണം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് തൃശൂൽ? ഒരിക്കൽ പോലും നീ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. എന്തിനാ എന്നെ മറ്റൊരാളായി കാണുന്നത്? ഞാൻ മറ്റൊരാളായിട്ട് കാണുന്നില്ലല്ലോ. എന്നോട് എത്ര സ്നേഹത്തോടെ നീ സംസാരിച്ചിരുന്നത്, എന്തൊക്കെ കുറുമ്പുകൾ കാണിച്ചിരുന്നു. എന്നാ അതിൽ നിന്നൊക്കെ മാറിപ്പോയി നീ. അമ്പലത്തിൽ നിന്നപ്പോ മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കാം. നിന്നിൽ എന്തൊക്കെയോ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നെ ദയവേത് മറ്റൊരാളായി മാത്രം കാണല്ലേ തൃശൂൽ. അതൊക്കെ നിന്റെ തോന്നലല്ലേ ശിവാനി. എന്റെ ഫീലിംഗ്സിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്ത് ഫീലിംഗ്സ്? മുമ്പ് നീ എന്നോട് ഇങ്ങനെയാണോ പെരുമാറിയിരുന്നത്? ഇങ്ങനെയാണോ സംസാരിച്ചിരുന്നത്? അല്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് തൃശൂൽ? എന്നെ പറ്റി നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്നെ പറ്റി നിനക്ക് ഒരു ചിന്തയില്ലേ തൃശൂൽ? ചിന്തയോ? ശിവാനി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചിന്തിക്കണമെന്നാ നീ എന്തൊക്കെ പറയുന്നേ? വേണ്ട തൃശൂൽ, ദയവേത് ഇങ്ങനൊന്നും പറയല്ലേ. ദയവേത് ഇങ്ങനെ പറയല്ലേ. വീട് ശിവാനി. ഇല്ല, ഞാൻ വിടില്ല തൃശൂൽ. നിനക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വഴക്ക് പറഞ്ഞോ. എന്നിട്ടും ദേഷ്യം കുറയുന്നില്ലെങ്കിൽ നീ എന്നെ അടിച്ചോ. എന്നാലും ദയവേത് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ തൃശൂൽ. അടിക്കാനും വഴക്ക് പറയാനും നീ ചെറിയ കുട്ടിയൊന്നുമല്ല ശിവാനി. ആദ്യം എന്നെ വിട്. ഇല്ല തൃശൂൽ, ഞാൻ നിന്നെ വിടില്ല. ശിവാനി, ഒന്ന് വിട്. ശിവാനി, നീ ഇങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ തൃശൂൽ? നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള അവകാശം പോലെ എനിക്കില്ലേ? ഞാൻ നിന്റെ ആരാന്ന് പറ. ആരാവണമെന്ന്? തൃശൂൽ, താലി. നീ എനിക്ക് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ഇറ്റ് ശിവാനി. ഞാൻ നിനക്ക് താലി കെട്ടിയിട്ടുണ്ട്. താലി കെട്ടിയതുകൊണ്ട് മാത്രം നീ എന്റെ ഭാര്യ ആവില്ല. അതുപോലെ ഞാൻ നിന്റെ ഭർത്താവും ആവില്ല.
തൃശൂൽ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ തൃശൂൽ? ഞാൻ പറയുന്നത് സത്യ ശിവാനി. ഇഷ്ടമില്ലാതെ കിട്ടിയ താലി കൊണ്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കി നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്വയം വേദനിക്കാനും താല്പര്യമില്ല. അന്നറിയാതെ ചെയ്തൊരു തെറ്റുകൊണ്ട് നിന്റെ ലൈഫും എന്റെ ലൈഫും നശിപ്പിച്ചു എന്ന് തോന്നിക്കൊണ്ടിരിക്കുക. ഇല്ല തൃശൂൽ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്കറിയാം, നമ്മുടെ രണ്ടുപേരുടെയും താല്പര്യമില്ലാത്ത ബന്ധമാണ്, അതല്ലേ? അതൊന്നുമല്ല, അതിനും അപ്പുറം വേറെയുണ്ട് തൃശൂൽ. ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങളായി തുടർന്നുകൊണ്ട് വരുന്നതാ. നിന്നോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? ആ, ഒരു മിനിറ്റ് നിൽക്ക, നിനക്കെല്ലാം മനസ്സിലാകും. ഒരു മിനിറ്റ് നേരെ എന്റെ കണ്ണിലേക്ക് തന്നെ ഒന്ന് നോക്ക് തൃശൂൽ. അപ്പൊ ഞാൻ ആരാണെന്നും നമ്മുടെ പ്രണയം എന്താണെന്നും നിനക്ക് മനസ്സിലാകും. നോക്ക് തൃശൂൽ, നോക്ക്. എന്തെങ്കിലും ഓർമ്മ വന്നോ തൃശൂൽ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ നിനക്ക്? ശിവാനി, നീ ഇതെന്തൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ തൃശൂൽ, നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ഞാൻ ശിവാനിയല്ല, ഞാൻ നാഗറാണിയാണ്. എന്താ പറഞ്ഞ? എന്താ പറയുന്നത്? ശരിക്ക് കേൾക്കുന്നില്ല. കുറച്ച് ഉറക്കെ പറയും. തൃശൂൽ, ഇനി എത്ര ഉറക്കാ ഞാൻ പറയേണ്ടത്? നാഗലോകത്ത് നിന്നും നിന്നെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് വന്നവളാണ് ഞാൻ. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്ന നാഗറാണിയാണ്. അയ്യോ തൃശൂൽ, എന്നിട്ട് മനസ്സിലായില്ലേ നിനക്ക്? ഞാൻ ശിവാനിയല്ല. ഇതും നിനക്ക് കേൾക്കാൻ പറ്റിയില്ലേ തൃശൂൽ? തൃശൂൽ, ഞാൻ ഇല്ല ഇല്ല, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. നിന്നെ മനസ്സിലാക്കിക്കാനായിട്ട് എന്റെ കയ്യിൽ വേറൊരു വഴിയുണ്ട്. അപ്പൊ മനസ്സിലാകും. നോക്ക്, ഇപ്പൊ ഞാൻ ആരാണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ഞാൻ ആരാണെന്ന് മനസ്സിലായ എന്നെ കുറിച്ചുള്ള എല്ലാ ചിന്തകളും മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല നിന്നോട്? ശിവാനി പ്ലീസ്, നിനക്കിത് എന്താ പറ്റിയേ? എന്തിന് ഇങ്ങനെയൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? തൃശ്ശൂരിൽ ഞാൻ നാഗമായി മാറിയത് മനസ്സിലാവുന്നില്ലല്ലോ. ഇവരെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? തൃശ്ശൂർ, ഞാനിപ്പോ ഉള്ളത് ഈ രൂപത്തിലാ. നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ നീ പറയുന്നതിൽ പകുതി മനസ്സിലാവുന്നില്ല, പകുതിയാണെങ്കിൽ കേൾക്കുന്നുമില്ല. എന്റെ തല പെരുത്ത് കയറിക്കൊണ്ടിരിക്കുക. തൃശ്ശൂർ, നിനക്കിപ്പോ എന്നെങ്ങനെ കാണാൻ പറ്റുന്നേ? എങ്ങനെ? എന്നും കാണുന്നത് പോലെ തന്നെയുണ്ട്. ഇന്ന് നീ തന്നെയല്ലേ? അല്ലാതെ ബാധയൊന്നും കയറിയിട്ടില്ലല്ലോ നിന്റെ ശരീരത്തിൽ. അയ്യോ തൃശ്ശൂർ, എന്റെ രൂപം മാറിയിരിക്കാ ഇപ്പോ. ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ല. ശിവാനി, എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കില്ലേ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പ്ലീസ് എന്നെ വിട്ടേക്ക്, ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. തൃശ്ശൂർ, നിന്റെ ആദിശേഷനാണെന്നുള്ള കാര്യം മറന്നുപോയി. നിന്നെ പറ്റിയുള്ള ഓർമ്മകളെല്ലാം അതെല്ലാം ഞാൻ നശിപ്പിച്ചിരിക്കുന്നു. അവൻ ഇനി നിന്നെ ഈ ജന്മത്തിൽ പ്രണയിക്കുകയില്ല. നീ നാഗറാണിയാണെന്ന് അവനോട് പറഞ്ഞാലും അവനത് വിശ്വസിക്കില്ല. നീ നാഗറാണിയുടെ രൂപം സ്വീകരിച്ചാലും അവനത് കാണില്ല. മോയങ്കനെ, നീ ജീവിച്ചിരുന്നപ്പോഴും എനിക്ക് സമാധാനം തന്നിരുന്നില്ല. നീ മരിച്ചപ്പോഴും എന്നേക്കുമായി എന്റെ സമാധാനം കെടുത്തിയിട്ടാണല്ലോ പോയിരിക്കുന്നത്. ചേച്ചി, ഇവൾക്ക് ഇന്നലെ രാത്രിയിലെ വേദന തുടങ്ങിയത്.
വേദനോട് പൊളയായിരുന്നു. എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു വിളിച്ചാ. പേടിക്കാനായിട്ട് ഒന്നുമില്ല മോനെ, ഇവക്ക് ഒരു കുഴപ്പമില്ല. വയറ് തൊട്ടു നോക്കിയാൽ അറിയാം കുട്ടിക്ക് എന്തേലും കുഴപ്പമുണ്ടോന്ന്. ആരോഗ്യത്തോടിരിക്കുക കുഞ്ഞ്. പിന്നെ വയറുവേദന എന്താ വന്നത്? പ്രസവ സമയം അടുക്കും തോറും ഇങ്ങനെ വയറുവേദനയൊക്കെ ഉണ്ടാവും മോളെ. പ്രസവോ? ഇനി ഒരു 2-3 ദിവസത്തെ താമസേ ഉള്ളൂ. ചേച്ചി ഒന്നുകൂടെ ഒന്ന് നോക്കിട്ട് പറ. 2-3 ദിവസത്തിനുള്ളിൽ എങ്ങനെ അവള് പ്രസവിക്കാനാ? 9 മാസം തികഞ്ഞല്ലോ മോനെ, ഇനി എന്ത് തടസ്സം ഉണ്ടാവാനാ? നോക്ക് മോനെ, എന്റെ അനുഭവം വെച്ച് പറയ, കുഞ്ഞ് തിരിഞ്ഞിരിക്കുക. ഇനി ഏറിപ്പോയ 2 ദിവസം, അതിനുള്ളിൽ എന്തായാലും പ്രസവം നടക്കും. അല്ല, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? കുഞ്ഞ് നല്ല ആരോഗ്യത്തോടിരിക്കുക, കുഞ്ഞ് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ ഇങ്ങനൊരു ഗർഭിണിയെ കാണുന്നത് തന്നെ. ഒരുപാട് ഭാഗ്യം ചെയ്തവരാ നിങ്ങള്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ത്രിവിക്രമനെ പ്രസവിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നോക്കിയത്. ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ അതോർത്ത് സങ്കടപ്പെടണ്ട കേട്ടോ. ശരി ചേച്ചി. എന്നാ വരട്ടെ, പേടിക്കണ്ട മോളെ, ഒക്കെ നന്നായിട്ട് നടക്കും. ചേട്ടാ, അതെ, എന്താ ഇത്? ആ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചോണ്ടിരിക്കുക. 2-3 ദിവസത്തിനുള്ളിൽ പ്രസവം എന്നൊക്കെ പറയുമ്പോ എന്തായാലും ഒന്ന് ഡോക്ടറെ അടുത്ത് പോയാലോ? ശരി. മഹാദേവ, ഞാൻ തൃശ്ശൂലിനോട് വളരെ മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അവനെ ഒരുപാട് വേദനിപ്പിച്ചിരിക്കുന്നു. അതിനെല്ലാം എനിക്കൊരു പരിഹാരം കണ്ടേ പറ്റൂ. എന്താ ശിവാനി, നീ ഇനിയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, നീ റെഡി ആവുന്നില്ലേ? ഞാൻ എന്തിനാ റെഡിയാവുന്നേ? ഇതെന്ത് ശിവാനി ഇങ്ങനെ ചോദിക്കുന്നേ? അമ്മ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ശിവാനി, ഇന്ന് അമാവാസി ദിവസമല്ലേ? അതായത് ഇന്ന് ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാർക്ക് പാദപൂജ ചെയ്യണം. ഭർത്താവിന്റെ കാല് നമസ്കരിക്കണം. ഭർത്താവ് ഭാര്യയോട് നീ ദീർഘസുമംഗലിയായി ഒരുപാട് മക്കളെ പ്രസവിക്കണം എന്നെല്ലാം പറഞ്ഞ് ആശീർവാദം കൊടുക്കും. ഇനിയും ഇങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അല്ല, അമ്മയും മുത്തച്ഛൻ റെഡി ആയത് കണ്ടില്ലേ? അവര് റെഡിയായിട്ടുണ്ടെങ്കിൽ അവര് തന്നെ എല്ലാം ചെയ്തോളൂ. ശിവാനി, അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാർക്കല്ലേ പാദപൂജ ചെയ്തു കൊടുക്കണ്ടേ? നോക്കി, എന്റെ പാദങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. ഇതിനാരാ ചെയ്യാ? നിനക്ക് അത്രയ്ക്ക് ആശയുണ്ടെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ചോ. ശിവാനി പ്ലീസ്, 1 മിനിറ്റ്. ഇത് നോക്കി, ഇത് ഞാൻ കിട്ടിയതാണെന്ന് പറയുമായിരുന്നു. ഐ ആം യുവർ ഭർത്താവ്. സോ എനിക്ക് പൂജ ചെയ്ത് തരേണ്ടത് ആരാ? നീ തന്നെയല്ലേ? നോക്ക്, നീ എനിക്ക് നേരായ മാർഗത്തിലൂടെയല്ല താലി കെട്ടിയത്. അതുകൊണ്ട് തന്നെ നിന്നെ എന്റെ ഭർത്താവായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുകയില്ല. എപ്പോഴും നീ എന്റെ ശത്രു മാത്രമാണ്. ശിവാനി, ഈ വിഷയത്തില് എന്നോട് നീ അധികം തർക്കിക്കാൻ വരണ്ട. തർക്കിക്കാൻ വന്ന നമ്മൾ തമ്മിലുള്ള ബന്ധം യാഥാർത്ഥ്യമല്ലെന്നുള്ള കാര്യം ഞാൻ ഈ വീട്ടുകാരോട് എല്ലാരോടും പറയും. അയ്യോ ശിവാനി, അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. ഈ പേടി എപ്പോഴുള്ളത് നല്ലത്. പാവം, അന്ന് തൃശ്ശൂൽ എത്ര ആഗ്രഹത്തോടെയാണ് അവന് പാദപൂജ ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചത്. അന്ന് ഞാനത് ചെയ്തില്ല. അവന്റെ ആഗ്രഹം ഇന്ന് ഞാൻ നിറവേറ്റു. തൃശ്ശൂൽ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഊട്ടി ഉറപ്പിക്കാൻ പോവാ. മഹാദേവ, നീ ഞങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണേ. മുത്തശ്ശി വന്നോ? അമ്മേ, ദാ തൊഴുതോളൂ. എന്താ മോളെ ശിവാനി, തൃശ്ശൂലാണെങ്കിൽ വീട്ടിൽ പൂജ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. എന്നാ നീയാണെങ്കിൽ അവൻ വേണ്ടാന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ദൈവത്തെ പൂജിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ? ദേഷ്യപ്പെട്ട് അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞ ഞങ്ങൾക്ക് വിഷമമാവും മോളെ. വേണ്ട ശിവാനി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ നോക്കിക്കോളാം. ഞാൻ അവനെ സമാധാനിപ്പിച്ചോളാം. നീയും ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ ശിവാനി? ഞാൻ ഈ പൂജ ചെയ്യുന്നത് തന്നെ എന്റെ ഭർത്താവിന് നല്ലത് വരാൻ വേണ്ടിയാ.
അവന് നല്ലത് മാത്രമേ സംഭവിക്കൂ. അവന്റെ ആയുസ് ഇനിയും വർദ്ധിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. തൊഴുതോളൂ അമ്മ, തൊഴുതോളൂ. ശരി, എന്റെ ഭർത്താവ് എനിക്കായിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അവന് പാദപൂജ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പോട്ടെ. സൂക്ഷിക്കണേ മോളെ. എന്നാ ഞങ്ങൾ രണ്ടാളും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. തൃശൂൽ, ഇതാ തൊഴുതോളൂ. എന്താ ഇത്? ആരതി തൊഴാൻ പറയുമ്പോ എന്താന്ന് ചോദിക്കാണല്ലോ. ദൈവത്തിന് പൂജ ചെയ്തതാ. തൊഴുതോളൂ തൃശൂൽ. ചോദിച്ചതിനുള്ള ഉത്തരം ആദ്യം തന്നു കഴിഞ്ഞാൽ ഒരുപാട് നന്നായിരിക്കും. എന്ത് ചെയ്യാ നീ? ഒന്ന് എഴുന്നേറ്റ്. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? എന്തായി ചെയ്യുന്ന ശിവാനി? നിനക്ക് പാദപൂജ ചെയ്യാ തൃശൂൽ. ഇത് ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? വീണ്ടും അത് തന്നെ ചെയ്യാണല്ലോ. എന്തിനാ ഇതൊക്കെ? തൃശൂൽ, ഭാര്യയായ ഞാൻ സ്നേഹത്തോടെ ഭർത്താവിന് പാദപൂജ ചെയ്യുന്നതില് എന്താ തെറ്റ്? ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ, അല്ലെങ്കിലും ആരുടെയെങ്കിലും നിർബന്ധപ്രകാരം തോന്നുന്ന സ്നേഹത്തെ സ്നേഹം എന്ന് വിളിക്കില്ല ശിവാനി. അങ്ങനെ ഒരു സ്നേഹം എനിക്ക് ആവശ്യമില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം ആരെയാ ബോധിപ്പിക്കേണ്ടത് തൃശൂൽ? ഞാൻ സത്യമായിട്ടും നിന്നെ... മതി ശിവാനി, മതി, ഒന്ന് നിർത്ത്.